ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഒരാഴ്ചയായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ഡോനട്സിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. സ്വീറ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2.5 കപ്പ് മൈദ, 3.5 ടേബിൾ സ്പൂൺ ബട്ടർ, ഇളം ചൂടുള്ള പാൽ 1/2 കപ്പ്, മുട്ട ഒരെണ്ണം, ഈസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ, ഷുഗർ 4 ടേബിൾ സ്പൂൺ പൊടിച്ചത്, ഉപ്പ് 1 നുള്ള്. ഒരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദ ഇടുക. അൺസാൾട്ടഡ് ബട്ടർ ഉരുക്കിയെടുക്കുക. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇളം ചൂടുള്ള പാലിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ടിളക്കുക. ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. അത് നന്നായി ബീറ്റ് ചെയ്യുക. മൈദയിലേക്ക് ബീറ്റ് ചെയ്ത മുട്ട ഒഴിക്കാം. 3.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. 1 നുള്ള് ഉപ്പ് ചേർക്കാം. 4 ടേബിൾ സ്പൂൺ പൊടിച്ച ഷുഗർ ചേർക്കാം. ഡോനട്സിന് മധുരത്തിന് ഇത്ര പഞ്ചസാര ആവശ്യമുണ്ടാവും. ഈസ്റ്റ് ചേർത്ത ഇളം ചൂടുള്ള പാൽ നമുക്ക് ഒഴിക്കാം. അതിനുശേഷം സ്പൂൺ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം. സ്പൂൺ വെച്ച് ഇളക്കിയതിന് ശേഷം നന്നായി കൈവച്ച് കുഴക്കുക. ഈ മാവ് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ മൈദ 2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ട് കുഴക്കുക. നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാത്രം വെച്ച് മൂടി വെക്കുക. ചൂടുള്ള സ്ഥലത്ത് 1 മണിക്കൂർ വെക്കുക. ടോപ്പിംഗ് തയ്യാറാക്കാൻ നമുക്ക് ഹെർഷീസിൻ്റെ കൊക്കോ പൗഡർ എടുക്കാം. കൊക്കോ പൗഡർ മിക്സ് ചെയ്യുന്നതിന് നമുക്ക് പൊടിച്ച പഞ്ചസാര എടുക്കാം. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ബൗളിലേക്ക് എടുക്കാം. മെഷർ കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വടിച്ചെടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൊക്കോ പൗഡറിലേക്ക് ചേർക്കുക. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. ഈ ക്രീം പോലുള്ള കൺസിസ്റ്റൻസിയാണ് ആവേണ്ടത്. ഒരുപാട് ലൂസാവാനും പാടില്ല. ഇത് നമുക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് വേറെ ഒരു ടോപ്പിങ്ങിന് വേണ്ടി ഷുഗറും സിനമണും മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. നേരത്തെ മാറ്റിവെച്ച ഡൗ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പൊടി വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഡോനട്ട് കട്ട് ചെയ്ത് വെക്കാൻ ഒരു പ്ലേറ്റിലോ ട്രേയിലോ അലുമിനിയം ഫോയിൽ വിരിച്ച് അതിൽ പൊടി തൂവുക. ഡൗവിലും പൊടി തൂവുക. ഡോനട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. ഈ അടപ്പ് ഉപയോഗിച്ച് നമുക്ക് ഡോനട്സ് കട്ട് ചെയ്തെടുക്കാം.
നടുകെ ഹോളുണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഫുഡ് കളറിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ചെറിയ പീസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കട്ട് ചെയ്ത ഡോനട്ട്സ് നമുക്ക് ട്രേയിലേക്കും പ്ലേറ്റിലേക്കും മാറ്റാം. ബാക്കി വന്ന ഡോ നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അത് ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. മോൾക്ക് വേണ്ടിയിട്ട് ഹോളില്ലാത്ത ഒരു ഡോനട്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. 2.5 കപ്പ് മൈദ കൊണ്ട് നമുക്ക് 13 ഡോനട്ട്സ് കിട്ടിയിട്ടുണ്ട്. ട്രേയിലേക്ക് മാറ്റിയ ഡോനട്ട്സ് പൊങ്ങി വരുന്നതിന് വേണ്ടി 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഡോനട്ട്സ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇത് വറുത്ത് കോരേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഉള്ളുഭാഗം വെന്ത് കിട്ടുകയില്ല. നട്ട്സ് തിരിച്ചും മറിച്ചുമിട്ട് വേവിക്കുക, ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ. അതിനുശേഷം അടുപ്പത്തു നിന്ന് മാറ്റുക. അടുപ്പത്തു നിന്ന് മാറ്റിയ ഡോനട്ട്സ് നേരത്തെ നാം ടോപ്പിങ്ങിനായി വെച്ച സിനമണിൻ്റെയും ഷുഗറിൻ്റെയും പൊടിയിലേക്ക് വെക്കുക. അതൊന്ന് അമർത്തി പ്രസ് ചെയ്യുക. അത് ഡോനട്ട്സിന് മുകളിൽ വിതറിയിടുക. ഇതിൽ നമ്മൾ 4 ഡോനട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച ചോക്ലേറ്റ് ടോപ്പിംഗ് നന്നായി ക്രീമി ആയിട്ടുണ്ട്. സിനമൺ ഷുഗർ ടോപ്പിംഗ് വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനി ബാക്കിയുള്ള ഡോനട്ട്സിൽ നമ്മൾ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും നല്ല രുചിയായിരിക്കും. കുട്ടികൾക്കെല്ലാം നന്നായി ഇഷ്ടപ്പെടുന്നത് ചോക്ലേറ്റ് ഫ്ലേവർ ആയിരിക്കും. നമ്മൾ ചോക്ലേറ്റ് ഡോനട്ട്സിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾസ് വെതറി കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ഡോനട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Keep watching.